ഇന്ന് കുറച്ച് വീട്ടുവിശേഷമായാലോ? അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തീയെല്ലാം ഒന്ന് പൊന്തിക്കോന്ന്. ഇവിടുത്തേത് സാധാരണ അടുപ്പാണ് കേട്ടോ. ചിമ്മിനി അടുപ്പില്ലേ അതാണ്. പുകയില്ലാത്ത അടുപ്പല്ല. അതുകൊണ്ട് വേഗം തീ പൊന്തിക്കോളും. അപ്പോൾ അത് നോക്കുമെന്ന് കേട്ടോ. തീയെല്ലാം പൊന്തിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ വെള്ളയപ്പവും കടലക്കറി ആക്കിയിട്ടുണ്ടേനെ. അപ്പോൾ രാവിലെ അത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പരിപ്പ് പുതിർത്താടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പും മുരിങ്ങയും വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം മുരിങ്ങച്ചപ്പ് പറിക്കാൻ ഞാനും അമ്മയും തമ്മിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീ പറിക്ക് ഞാൻ പറിക്കൂല അങ്ങനെ പറഞ്ഞ് വന്ന് ലാസ്റ്റ് ഞാൻ തന്നെ പോയി പറിക്കേണ്ടി വന്ന്. അപ്പം വെള്ളമെല്ലാം ചൂടായിട്ടുണ്ട്. അപ്പോൾ അരി ഇടുക കേട്ടോ. റേഷൻ അരിയാണ് കേട്ടോ. അതാകുമ്പോൾ വേഗം വെന്ത് കിട്ടിക്കോളും. അപ്പോൾ റേഷൻ അരി ചെമ്പിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. തിളച്ചിട്ട് മാത്രമേ ഇടാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്തോ പോലെയുണ്ട്. റേഷൻ അരി തിളച്ച് ഇട്ടാലാണ് അതിൻ്റെ ഒരു ഇത് കിട്ടും. പിന്നെ ഒന്ന് വർക്ക് ഏരിയയെല്ലാം ഉണ്ടായിരുന്നു. അടുക്കളപ്പുറത്തൊരു വർക്ക് ഏരിയ അതൊന്ന് അടിച്ചു വാരി എന്നിട്ട് പോയിട്ട് 2 മുരിങ്ങയില പൊട്ടിച്ച് പിന്നെ കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് വശം പോകുമ്പോൾ അമ്മേൻ്റെ ഗാർഡനിൽ ചെടിയെല്ലാം നല്ലോണം പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അടീന, ബൊഗൻവില്ല, ചെക്കി, പിന്നെ അതുപോലെ തന്നെ ജറപറ, പിന്നെ മെലസ്റ്റോമ മാത്രമാണ് എനിക്ക് എന്തോ പൂവിട്ടിട്ടില്ല. കൊണ്ടുവന്നപ്പോൾ നല്ലോണം പൂവുണ്ടായിരുന്നേ. പിന്നെ അതെന്താണെന്ന് അറിയില്ല, പൂവിടുന്നില്ല. അപ്പോൾ 2 കഷ്ണം കറിവേപ്പിലയെല്ലാം തണ്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരമാണ് ഞാൻ കുരുമുളകിൻ്റെ വള്ളി കൊണ്ടുവന്നിട്ട് കുത്തി വെച്ചിരുന്നു. അപ്പോൾ അത് നല്ലോണം പിടിച്ചിട്ടുണ്ട്. അതിൽ ഒന്നേ പിടിച്ചിട്ടുള്ളൂ, ഒന്ന് പിടിച്ച് വരുന്നുണ്ട്, ബാക്കി ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ 3-4 ഞാൻ പിടിപ്പിച്ചില്ല, അതിൽ 2 പിടിച്ച് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ മുരിങ്ങ ചപ്പെല്ലാം എടുത്തിട്ട് നേരെ അടുക്കളയിൽ പോയിട്ട് അതെല്ലാം ഒന്ന് ചിക്കണം കേട്ടോ. പിന്നെ മുളകും ഇതെല്ലാം മുറിച്ചിട്ടിട്ട് അടുപ്പത്ത് പരിപ്പ് വെച്ചിട്ടുണ്ട്. മുരിങ്ങ ഇങ്ങനെ ചിക്കി എന്താ പറയുക പൊട്ടിച്ചിടുക, അങ്ങനെ പൊട്ടിച്ചിടുന്നുണ്ട്. പണ്ട് എനിക്ക് കല്യാണത്തിന് മുമ്പ് വരെ എനിക്ക് ഈ ഒരു മുരിങ്ങച്ചപ്പ് ഇഷ്ടമല്ല. മുരിങ്ങ ഇഷ്ടമല്ല, പച്ചക്കറിയോട് താല്പര്യം ഇല്ലാത്ത ഞാനാണ് കേട്ടോ. മീനില്ലെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം ചോറ് തിന്നില്ല. അങ്ങനെയായിരുന്നു ഞാൻ കല്യാണത്തിന് മുമ്പ് വരെ. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതെല്ലാം മാറി പച്ചക്കറി കൂട്ടാൻ തുടങ്ങി. മീനില്ലെങ്കിലും പച്ചക്കറി കൂട്ടാൻ തുടങ്ങി. എൻ്റെ അമ്മക്ക് തന്നെ അത്ഭുതമായിരുന്നു. ഇവളെൻ്റെ മോളിൽ നീ ആയിട്ടെന്നാ പച്ചക്കറി കൂട്ടുന്നു അങ്ങനെയെല്ലാം ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ മീൻ ഉണ്ടായിരുന്നു, അയിലയാണ് ഉണ്ടായത്. 2 മീനുണ്ടായിരുന്നു. അപ്പോൾ അത് മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ പൊരിക്കുക. അതിൽ ഞാനില്ലേ ഈ നമ്മളെ മീനിൻ്റെ ഇത് മസാലയില്ലേ പാക്കറ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ, ഫിഷ് മസാല, അത് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല ചൂട് ആയതുകൊണ്ട് തന്നെ ഈ ഷാർജ ഷേക്കില്ലേ അതൊന്ന് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, പഴത്തിനെ കൊണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ക്രിസ്പെല്ലോൻ്റെ ഒരു മുട്ടായി അങ്ങനെ ചോക്ലേറ്റ് അതെല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് ഞാൻ ആദ്യം കറി വെച്ചിന്. അപ്പം ഒരു ബൗളിൽ, അപ്പോൾ അമ്മ പറഞ്ഞാൽ അതിൽ വെക്കേണ്ട, ചട്ടി കനിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ ചട്ടിയിൽ വെച്ചോണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം അത് മാറ്റി ചട്ടിയിലേക്ക് ആക്കി കേട്ടോ. അപ്പോൾ അതോട്ടം പറഞ്ഞാൽ എന്നോട് സൂപ്പറാണ് അമ്മയെ, സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. അവന് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ജ്യൂസ് അടിച്ച് കൊടുത്തത്. പിന്നെ കറിയെല്ലാം ആയിട്ടുണ്ട്. മുരിങ്ങച്ചപ്പും പരിപ്പും ഇട്ട കറിയാണ് കേട്ടോ. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടേ ഉള്ളൂ, ചക്കക്കുരും കൂടി ഉണ്ടെങ്കിൽ നല്ലതേനൂന്ന്. നല്ല ടേസ്റ്റ് അല്ലേ ചക്കക്കുരും കൂടിയിട്ട്. അപ്പോൾ അതിന് വറവെല്ലാം ഇട്ട് കറിക്കെല്ലാം വറവിട്ട് കേട്ടോ. കായ്മുളകും കറിവേപ്പിലയും കടുകും ഇട്ടിട്ട് ഒന്ന് വറവിട്ട് പിന്നെ അതിന് ശേഷം കറിയെല്ലാം പണിയെല്ലാം ഒരുങ്ങിയതിന് ശേഷം ഞാൻ പോയിട്ട് എൻ്റെ ജ്യൂസ് എടുത്ത് കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു.